ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ പറവൂർ രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ ഹൈബീഡൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, കലാകായിക പ്രതിഭകളെ ആദരിക്കൽ, വിവിധ സമ്മേളനങ്ങൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ പറവൂർ രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ ഹൈബീഡൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ സ്വിഫ്റ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, ഇതെല്ലാം ഇതിൻ്റെ ആസ്ഥാന കേന്ദ്രങ്ങളെല്ലാം എറണാകുളത്താണ്, കൊച്ചിയിലാണ്. അപ്പോൾ ശാസ്ത്രീയമായ ഗവേഷണം നടത്തുന്ന, ശാസ്ത്രീയമായ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരം പരിശോധിച്ച് കയറ്റുമതി നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും കേരളത്തിലാണ്, എറണാകുളത്താണ്. ആധുനികവൽക്കരണം വേഗത്തിൽ നടക്കേണ്ട ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ പ്രിയ BJPയുടെ കൗൺസിലർ കൂടിയാണ്. ഗൗരവം ഞാൻ പറയുന്നതിൻ്റെ മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രിയ എല്ലാം വരുന്ന കൊച്ചി, പശ്ചിമ കൊച്ചി മേഖല എന്ന് പറയുന്ന തോപ്പുംപടി ഫിഷറീസ് ഹാർബർ, ഇന്ത്യയിൽ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ 5 ഹാർബറുകളുടെ നവീകരണം 2020 ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. 5 ഇന്ത്യയിലെ ഹാർബറുകൾ നവീകരിക്കും. അതിൽ കൊച്ചിൻ ഫിഷറീസ് ഹാർബർ, പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കൊച്ചിൻ ഫിഷറീസ് ഹാർബറിന് 169 കോടി രൂപയുടെ പദ്ധതിയാണ്, ആധുനികവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ കൺസൾട്ടൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാച്ച് ലഭിക്കുന്ന ഒരു ഹാർബർ, നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം ആളുകൾ വന്ന് മത്സ്യബന്ധന. സംസ്ഥാന ജനറൽ സെക്രട്ടറി VV അനിൽ ഫിഷറീസ് മന്ത്രിക്ക് അവകാശ പത്രിക സമർപ്പിച്ചു. ഇത് ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു നാം നടപ്പാക്കിയിരുന്നത്. ഒരുപാട് കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ വരും. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു വിവരണം മാത്രം നമ്മുടെ പ്രധാനപ്പെട്ട MP-ക്ക് കൂടി ഉണ്ടാകാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ഏതാണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യക്ഷവും പരോക്ഷവുമായി തൊഴിലേർപ്പെടുന്ന മേഖലയാണ് മത്സ്യവ്യാപാര മേഖല. ഈ 1.5 ലക്ഷത്തോളം 25 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഈ വരുന്ന ആളുകളുടെ ഉപജീവന മാർഗം മറ്റൊരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി വ്യത്യസ്തവും നൂതനവുമായ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഒരുപാട് മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വിവിധങ്ങളായ ഗവൺമെൻറ്റുകൾ അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നാളിതുവരെ പരമ്പരാഗത മേഖലയിൽ ഒരു കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ അയാളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഏതാണ്ട് 10ഉം 20ഉം 25ഉം 100ഉം ആളുകൾക്കെല്ലാം തൊഴിൽ നൽകുന്ന സർക്കാരേതര എന്ന് പറയുമ്പോൾ ഒരു സംരംഭമായിട്ടാണ് ഈ നമ്മുടെ ഓരോരുത്തരും നടത്തുന്ന ബിസിനസ്. കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ പ്രിയ പ്രശാന്ത്, സംഘാടക സമിതി കൺവീനർ PK നവാസ്, സംഘാടക സമിതി ചെയർമാൻ KT ഡെനീഷ് എന്നിവർ സംസാരിച്ചു. സംഘടനാ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VV അനിൽ 2022-2023 സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി RMA മുഹമ്മദ് 2022-2023 വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PH റഹീം സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC അബ്ദുള്ള നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കലാകായിക പ്രതിഭകളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു.